തളർന്നു പോണ ഒരു വിഷമ ഘട്ടങ്ങളൊക്കെ വരുമ്പോ അതിനെയൊക്കെ ഒരു ആരോടും ഒരു പരാതിയില്ല, പരിഭവമില്ല. അതങ്ങനെ ആയിപ്പോടാ, ഒരു ചിരിച്ച ഫേസോട് കൂടി എടുത്ത് അതിനെ അങ്ങോട്ട് വിട്ട് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര. നമ്മുടെ ഡിപ്രഷൻ നമ്മുടെ ശരീരങ്ങളാണ് ഇതിന് നമ്മൾക്ക് വരേണ്ടത് വരും. നല്ല സാധനം ചെയ്തിട്ടൊന്നും ഇവിടെ വലിയ കാര്യമൊന്നുമില്ല അല്ലേ. ഇപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ഒക്കെ തുറന്നു നോക്കി കഴിഞ്ഞാല് എല്ലാം ഒരു കഴിവില്ലാത്ത തെറി പറയാൻ എനിക്ക് ഭയങ്കര കണ്ടുണ്ടല്ലോ. അതായത് കഴിവില്ലാത്തവന്മാരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട്. ജോയ് സാറെ ഇങ്ങനെ പുറത്തോട്ട് വിളിച്ചിട്ടുണ്ട്, സിഗരറ്റ് കളിച്ചിട്ട് തോളത്തിങ്ങനെ കഴിക്കും. നിന്നെ ഞാൻ വിളിച്ചത് നിന്റെ പെർഫോമൻസ് കാസറ്റിൽ കണ്ടിട്ട് നീ ഇതിനകത്ത് ആപ്റ്റാവും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നത്. നീ ഉഗ്രനായിട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം കേട്ടാ. നീ ചെയ്യണോണ്ട് ആണ് നിന്റെ ഉള്ളിലൊരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സാധനത്തിൽ നിന്ന് പോയി അങ്ങോട്ട് ചെയ്തേ. ആരെയും പേടിക്കണ്ടെന്ന് വൻകയ്യടി ഒരു ശക്തി ഉണ്ടെന്ന് പറഞ്ഞ പോലെ അവർക്ക് കൊടുക്കും. അപ്പൊ കൊടുക്കൂല പിന്നീട്. പലവർക്ക് എന്നെ നേരിട്ട് കാണുമ്പോ ഇന്ന് എവിടെയോ കണ്ടു അല്ല അങ്ങനെയുള്ള ഒരു സാധനം മാത്രമേ ഉള്ളൂ. പക്ഷെ മറ്റേ രീതിയിൽ നടക്കുമ്പോഴാണ് ആൾക്കാർ ഇന്നാളല്ലേ എന്ന് പറയുന്നത്. അപ്പൊ സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ഒരു ഐറ്റം. പലരും നമ്മളെ മക്കാറാക്കണം പറയും ഞാനാഹക്ക്, പലരും നമ്മളെ പിരാന്തനാക്കണം തുടരും ഞാനീ പോക്ക്. വർഷങ്ങൾക്ക് മുന്നേ എഴുതി വെച്ച ഒരു സാധനമാണ്. ഞാൻ കയ്യിൽ കിതാബ് എഴുതി നടക്കുന്ന കഴുകന്മാർ എല്ലാം ഫേക്ക് അല്ലടാ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നെക്സ്റ്റ് ക്വസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ എത്തി നിൽക്കുന്നത് ഏലൂരാണ്. ഏലൂർ ഇവിടെ നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് ഒരു കാലത്ത് സ്റ്റേജ് ഷോകളിലൂടെ നല്ല കിട്ടിലും പെർഫോമൻസുകൾ കൊണ്ട് മലയാളികളെ ഇളക്കി മറിച്ചിരുന്ന ഒരു താരം. അതോടൊപ്പം തന്നെ ഒരുപാട് സിനിമകളിലൂടെ അഭിനേതാവായും ഗായകനായും നമുക്ക് സുപരിതനാണ്. ഇപ്പോൾ ഡയറക്ഷൻ മേഖലയിലും കൈവച്ചിരിക്കുന്ന ഒരു അസാമാന്യ പ്രതിഭയുടെ അടുത്താണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ആളുടെ അടുത്തേക്ക് പോവാം. എടാ, മാവേലി, നമ്മൾ പണ്ട് മാവേലി കൊമ്പത്ത് കേട്ടിട്ടില്ലേ? ആ മാവേലിലാണ് ദീ മാവേലി കേട്ടാ. ആയവാ, ഭയങ്കര കൂളിങ് ആംബിയൻസ് ആണ് ഇവിടെ. ഇതേടാ പുലിയുടെ പോലത്തെ പൂച്ച, കുറേ സംഭവങ്ങൾ കാണാട്ടെ ഇവിടെ. ഏറ്റവും വലിയ രാജപ്പ, ഇതേടാ ഇതാണ് രാജപ്പൻ്റെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. എനിക്ക് ഒന്ന് ആളെക്കാളും ഫേമസ് ആണ് ഇപ്പൊ രാജപ്പ. പൂച്ചകളാണ് കാവൽ ഇവിടെ കണ്ട. നമ്മൾ കുറച്ച് നേരത്തായി പോയാ ഫോണും വിളിച്ച്. ഗുഡ് മോർണിംഗ്. ഉറക്കം വരുന്നാ? ഞാനന്ന് പറഞ്ഞില്ലേ ഇന്റർവ്യൂയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? വായിക്കാം. അവിടെ ഇരിക്കും, ഞാൻ ഡ്രസ് ചെയ്തിട്ട്. ഞാൻ ഇവിടെ ഉണ്ട്. പോയി എന്റെ മച്ചാണ്, ഞാൻ ഡ്രസ് ചെയ്തിട്ട് എന്നിട്ട് എടുക്കാന്ന്. അതേ ചെറുതായിട്ട് വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആള് ഷൂട്ട് കഴിഞ്ഞ് വന്ന് നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ എന്തായാലും ഒരു ജസ്റ്റ് സെക്കൻഡ് ഇപ്പൊ വരും. ആയിക്കോ. ആ സെറ്റ് നാച്ചുറൽ ലുക്ക് മൈക്ക് കുടിച്ചോ. അയ്യോ, കാലത്ത് തന്നെ ഇക്കന്നെ ഗടിക്കല്ലേ രാവിലെ. ഒറ്റ ഒരാളായത് കൊണ്ടാട്ടാ. വായിക്ക, സോറി. ഞാൻ വേറെ ഒന്നുമല്ല. നമ്മളെ എത്ര നാളായി ഞാനിപ്പോ പറഞ്ഞിട്ട് വരാന്ന് പറയണല്ല. അതെ, ഞാൻ ഒന്നാമത്തേന് ഈ ഇങ്ങനത്തെ പരിപാടി കുറച്ചൊക്കെ എന്ത് പറയാൻ മാറ്റർ എന്തെങ്കിലും വന്നെങ്കിൽ മാറ്റർ വന്നിട്ടല്ല. അത് വന്ന് കഴിഞ്ഞിട്ട് ഇടക്കാലോ. എന്താ പരിപാടി? ഇത് എവിടെ വെച്ചാൽ എങ്ങനെയാണ് പരിപാടി? നമുക്ക് ഒരിത്തിരി തള്ളത്തേക്ക് ഇരിക്കാം, ഒരിത്തിരി നല്ല. അതെ, അതിനു മുന്നേ ഈ വിശന്ന് പണ്ടാരടങ്ങിട്ട് ഇരിക്കുക. കാലത്തൊന്നും കഴിച്ചിട്ടില്ലേ. ഇവിടെ അടുത്ത് ചായക്കട ഞാൻ എപ്പോഴും പോയി ചായ കുടിക്കുന്ന ഒരു സ്ഥലമുണ്ട്. കാലത്ത് അവിടെ പോയിരുന്ന് ചായ കുടിച്ചിട്ടാ വരുന്നത്. അല്ല, നല്ല കാര്യം. അതെന്നാ നമുക്കൊരു പണി ചെയ്യാം. നമുക്ക് പതുക്കെ ചായയൊക്കെ കുടിച്ച് വിശേഷങ്ങളൊക്കെ അങ്ങനെ പോവാ.
അച്ഛൻ പറ്റിയില്ലേ വാ വണ്ടി കയറി എന്റെ പൊന്നോ വാടാ വാ അല്ലിക്ക ഞാൻ വേറെ ഒന്നും വിചാരിക്കില്ല കേട്ടോ. രാവിലെ ഞാന് ഇക്ക ഉണ്ടാവും എന്നുള്ള ഇത് തോന്നിയായിരുന്നാണ് പിന്നെ രാവിലെ തന്നെ അങ്ങോട്ട് ഇറങ്ങിയത്. വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയാലാ ഇനി? ഷൂട്ടുണ്ടായിരുന്നു, ഷൂട്ടിങ്ങുണ്ടായി. അത് കഴിഞ്ഞ് വന്നു രാവിലെ കുറച്ച് ലൈറ്റ് ആയിട്ടാ വന്നത്. ഞാനത് ഭയങ്കര ടയർഡായിരുന്നു. 2 ദിവസമായിട്ട് പാലക്കാടായിരുന്നു. അത് പക്ഷെ ഞാൻ ഇൻട്രോയില് പറഞ്ഞിരുന്നിരുന്നു ഇങ്ങനെ സ്റ്റേജ് ഇൻട്രോ ഒക്കെ കഴിഞ്ഞിട്ടാ വന്നത്. ഞാനപ്പോ ഇൻട്രോയില് എന്താ പറഞ്ഞ ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. സ്റ്റേജ് ഷോയിലൊക്കെ ഇങ്ങനെ തകർത്ത ആളുകളെ മറ്റേ തകർത്ത് എടുത്തിരുന്ന ആള് ഒരു അല്ല അതിപ്പോ നമ്മള് അഭിനയ രംഗത്ത് ഒരു കാലഘട്ടത്തില് നമ്മള് ആ സമയത്ത് നമുക്ക് കിട്ടിയേക്കുന്ന ഓപ്പർച്യൂണിറ്റിയും അങ്ങനെ അല്ലെങ്കിലും ഞാൻ എന്റേതായ കുറച്ച് സ്റ്റൈൽ പരിപാടികൾ അന്ന് കാസറ്റില് വീഡിയോ കാസറ്റ് ആയിരുന്നു കൂടുതലും. അതെ 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 വീഡിയോ കാസറ്റില് നമ്മള് ആ സമയത്ത് കെ.എസ്. പ്രസാദിനൊക്കെ പോലത്തെ ആൾക്കാരുടെ ഗൾഫ് ഷോസും അല്ലെങ്കിൽ കലാപം വേൾഡ് ടൂറൊക്കെ ആയിട്ട് അങ്ങനത്തെ പരിപാടി അത് എല്ലാരും കാസറ്റ് എടുത്ത് കാണുമായിരുന്നു. അതെ 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 അതില് ആക്ച്വലി ആ സമയത്ത് എല്ലായിടത്ത് ഒത്തിരി നല്ല രീതിയിൽ ആൾക്കാർ അറിഞ്ഞു, ഷോസുകൾ കുറെ വന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചാനലില് ഒരു മ്യൂസിക് ബാൻഡായിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഇടയിൽ ഒരു സിനിമ, ഫസ്റ്റ് സിനിമ മീനത്തിൽ താലിയെട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ അതൊക്കെ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുന്ന സമയത്താണല്ലോ. ചെയ്യുന്ന സമയത്താണ്, ആ സമയത്തായിരുന്നു അതില് അഭിനയിക്കാനുള്ള ചാൻസ്. സിനിമയോട് ഭയങ്കര ഒരു മോഹം തോന്നി. ഇപ്പോഴും കൂടുതലും സിനിമയിൽ അഭിനയിക്കാനാണ് ഏറ്റവും. എന്നാലും പാട്ടും നമുക്ക് ഷോസും കാര്യങ്ങളൊക്കെ പോകും. പിന്നെ ഞാൻ എന്താണെന്നറിയാം, ഇപ്പൊ ഈ ഇങ്ങനെ നമുക്കൊരു എന്തെങ്കിലും ഒരു സ്ഥാനത്തിലോട്ട് ഞാൻ ഈ പറയാൻ കാരണം, നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി എന്തെങ്കിലും നല്ല സെറ്റപ്പ് നമുക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ അല്ലെങ്കിൽ ഇന്റർവ്യൂ സംസാരിക്കാൻ നമുക്ക് കുറെ കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ ആക്ച്വലി ഇതിനകത്ത് നിന്നൊക്കെ മാറി ഇപ്പൊ ഈ 2-3 നല്ല പരിപാടികൾ ഇപ്പൊ നമ്മുടെ വരാൻ പോകുന്നുണ്ട്. അതെ 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 അപ്പൊ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് കയറി ഇരുന്നുണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനത്തിൽ വരുന്നുണ്ട്, വരാൻ പോകുന്നു എന്ത് പറയാ മാറ്റർ ഉണ്ട്. അത് ഞാൻ ഈ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു പതുക്കെ ചവിട്ടിയതാണ്. അല്ല ഞാൻ വിചാരിച്ചിരുന്നത് ഈ പറയുന്ന പോലെ ഈ കട പുതിയ കുറെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. പിന്നെ സംഭവങ്ങൾ എനിക്ക് അത് തുറന്ന് പറയാനായിട്ടുള്ള ഒരു എന്താ പറയാ അതിനുള്ളൊരു ഇത് സമയമായിട്ടുണ്ടാവും. അത് അത് സിനിമ ആ നടക്കുന്ന പരിപാടി അവര് പറഞ്ഞിട്ടുള്ളത് പുറത്തിപ്പൊന്നും പറയരുന്ന. അതുകൊണ്ട് അത് ആ സമയമാകുമ്പോഴേക്കും വിക്കി പറഞ്ഞ പോലെ ഒരു സമയത്ത് സ്റ്റേജില് ഭയങ്കര സ്വാഗായിട്ട് നിന്നിരുന്ന ആളല്ലേ. അപ്പൊ ഷോസുകൾ ചെയ്യണ്ടല്ലോ. ഷോസുകൾ ചെയ്യണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതല് സിനിമയിലേക്ക് തന്നെയാണ് കൂടുതൽ. ഞാൻ അതാണ് കൂടുതലും പരിപാടി പിടിച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ ചായക്കട പാത്തുമ്മക്കട ചായക്കട. നമ്മുടെ ഇവിടെ ആകെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്ന ഒരു ചായക്കട. ഞാൻ നമ്മുടെ ഒരു അടുത്ത വേണ്ടപ്പെട്ട ഒരു ഇക്കട ചായക്കട. ഞാൻ ഇവിടെ നിന്ന് രാവിലെ ഒന്ന് ചായയൊക്കെ കുടിച്ച് അതൊക്കെ ദിവസം തുടങ്ങണത്. ഇവിടുന്നാണ് നമ്മുടെ ദിവസങ്ങൾ തുടങ്ങുന്നത് രാവിലെ. അല്ലെങ്കിൽ അതൊരു ശീലമായി പോയി. വീട്ടിലുണ്ട് പക്ഷെ എന്നാ പോലും പോസിറ്റീവ് ആണല്ലേ. എടാ അതെ അതെ സൂത്രധാരൻ അത് അതിലെ മൻസൂർ അലി ഖാനും ഞാനും കൂടി ഒരു സോങ് ചെയ്തിട്ടുണ്ട്. സോങ് ഞാൻ താടിയൊക്കെ വെച്ചിട്ട് ഒരു പാട്ടുണ്ട് ഞങ്ങൾ. ജോയ് സാർ അത് ഒരു കാസറ്റ് കണ്ടിട്ടാണ് അതിലേക്ക് വിളിച്ചത്. ഞാൻ പറഞ്ഞില്ലേ വീഡിയോ കാസറ്റ്. ഞാനവിടെ ചെന്നപ്പോഴേ മൻസൂർ അലി ഖാൻ ദിലീപേട്ടൻ ഓൾറെഡി നമ്മൾ കുടുംബം പോലെയാണ്. അതുപോലെ കൊച്ചിനെ അനീഫിക്ക. അപ്പൊ ഞാൻ ചെന്നപ്പോ എന്റെ കഥകളൊക്കെ പറഞ്ഞ് ദിലീപേട്ടൻ എല്ലാവരും കൂടി ഇങ്ങനെ ഞാൻ അഭിനയിക്കുന്ന കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ ചെല്ലുമ്പോൾ എല്ലാവരും കൂടി വയ്ക്കുന്നു. കലാമാസ്റ്റർ ഇത് മറ്റേ മാസ്റ്റർ ഇത് ഡാൻസ് ഇത് ഇപ്പൊ പറഞ്ഞു തന്നു. എന്താ പറയാ എല്ലാവരും കൂടി എന്നെ നോക്കിയിരിക്കണോടി ഞാൻ എന്റെ കയ്യിൽ പോയി. എല്ലാം മെയിൻ ആൾക്കാരും നമ്മളിങ്ങനെ നോക്കിയിരിക്കണല്ലോ. എല്ലാം മെയിൻ ആൾക്കാർ ചെയ്തിട്ട് ശരിയായില്ല.
എല്ലാ 3 പ്രാവശ്യമായിട്ട് ശരിയാവും പരിപാടി ഫുൾ ജൂനിയർ ആർട്ടിസ്റ്റ് ഡാൻസേഴ്സ് പറ്റ മറിച്ചത് സനം ദിലീപേട്ടൻ. അവർക്ക് ടെൻഷനായിട്ട് അവർ പതുക്കെ ഇങ്ങനെ ഞങ്ങൾ നിൽക്കണ ആരണോണെന്നുള്ള രീതിയിൽ അവരൊക്കെ മാറ്റിപ്പിടിച്ചാ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ജോയ് സാറെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോയി. അപ്പൊ മാസ്റ്ററിന് കലാവസ്ഥ പയ്യൻ ചെയ്യല, അതായത് ഇത് എന്നുള്ള രീതി ഡാൻസ് ആണോ സാധനം, പാട്ട് നടക്കണം പരിപാടി ഞങ്ങൾ രണ്ടുപേരും ഒരു കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു ഇത് കിട്ടാനുള്ള സാധനത്തിലോട്ട് വന്നില്ല. അപ്പൊ ജോയ് സാറെ ഇങ്ങനെ പുറത്തോട്ട് വിളിച്ചിട്ടുണ്ട്. സിഗരറ്റൊക്കെ വലിച്ചിട്ട് എൻ്റെ തോളത്തിങ്ങനെ കേട്ടു. നിന്നെ ഞാൻ വിളിച്ചത് എൻ്റെ പെർഫോമൻസ് കാസറ്റ് കണ്ടിട്ട് അപ്പൊ നീ ഇതിനകത്ത് ആപ്റ്റാവും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നത്. നീ ഇവിടെ വന്നപ്പോൾ നിന്റേതായ പെർഫോമൻസ് നീ എന്ത് ഇവിടെ കാണിച്ചു? നീ ആരെയും പേടിക്കണം, ഇവിടെ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും ഇതൊക്കെ ചെയ്തിട്ട് വന്ന ആൾക്കാരൊക്കെ തന്നെ നീ ഉഗ്രനായിട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം കേട്ടാ. നീ ചെയ്യണോണ്ട് ആണ് നിന്റെ ഉള്ളിലൊരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സാധനത്തിൽ നിന്ന് പോയി അങ്ങോട്ട് ചെയ്തേ. ആരെയും പേടിക്കണ്ടെന്ന് വൻ കയ്യടി. ഈ ലോഹി സാറിന്റെ കൂടെയൊക്കെ ഒരു ചെറിയ സാധനമാണെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ് വലിയ സംഭവം തന്നെയല്ല. പിന്നെ അതാണ് ഞാൻ പറയില്ലേ, പുള്ളി ആ ഒരു കോൺഫിഡൻസ് എനിക്ക് തന്നപ്പോഴേ നമ്മളുടെ സാധനം പവർ അങ്ങോട്ട് കയറി. അതാണ് ഞാൻ പറയുന്നത്, ചില ഡയറക്ടേഴ്സ് നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി അങ്ങോട്ട് തരും. നമുക്ക് നമ്മളെ വിളിക്കങ്ങോട്ട് ആ സാധനം അങ്ങോട്ട് തരുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നൊരു എനർജി അത് ഭയങ്കര സംഭവം. നമ്മളവിടെ ഡൗൺ ആക്കി കഴിഞ്ഞാല് നമ്മള് കുട്ടികളായി കാണിക്കണത് അതുപോലെ പണിക്കും പോടാന്ന് പറഞ്ഞാൽ പിന്നെ അവിടുന്ന് നമ്മള് താഴ്ത്തോട്ടേ പോകുള്ളൂ. അവിടെ പിന്നെ നമുക്ക് അവിടേക്ക് നമ്മക്കൊക്കെ ഒരു കുഞ്ഞു സാധനം മതിയിലെ സ്റ്റേജിൽ നമുക്ക് കയറുമ്പോ പുറത്ത് ചെയ്യുന്നവൻ. അല്ല ഇക്കാടെ ഒരു പ്രത്യേകത എന്നാണ്, ഇപ്പൊ നമ്മള് നോർമലി ഇങ്ങനെ സംസാരിച്ച് നിക്കുമ്പോ ഭയങ്കര ഇങ്ങനെ പതുങ്ങിയൊക്കെ നിന്നേടാന്നൊക്കെ പറഞ്ഞ് നിന്ന് സംസാരിക്കണ ആളായിരിക്കുമല്ലോ. പിന്നെ സ്റ്റേജിൽ കയറി നമ്മള് കാണുന്ന വേറൊരാളാണ്. എനിക്കത് എങ്ങനെ ആ സാധനം കിട്ടിയാണ് എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് അറിയാണ്ട് തന്നെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ക്യാമറയുടെ മുന്നിൽ എനിക്ക് വരുമ്പോഴും ഞാനെന്നുള്ളൊരു വ്യക്തി പിന്നീട് ഞാൻ ആലോചിക്കുന്നത് എന്താണ് എനിക്കെന്ത്, അതായത് എങ്ങനെ സംഭവിച്ചു. ഇപ്പൊ കഴിഞ്ഞ ദിവസം സിനിമയില് ഞാൻ ആസിഫ് അലിയും തമ്മിൽ ഒരു പുതിയ പടം, അപ്പൊ അതിന്റെ ഭീകര ഡയലോഗ് ഇന്ന് രണ്ടുപേരോട് ഇത് പറയണം. ആസിഫ് അലി ആയിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അത് ഇന്നിങ്ങനെ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ത്രോട്ട് ഇങ്ങനെ അവൻ പറയുന്നു ഞാൻ പറയുന്നു അങ്ങനെ 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 വളരെ വലിയൊരു സീനാണ്. അവിടുന്ന് പ്രോപ്പർട്ടി എടുക്കുന്ന പരിപാടി. നമ്മളിത് ആദ്യം പറഞ്ഞപ്പോ ഞാനിത് എങ്ങനെ ചെയ്യുന്നു, പക്ഷെ തുടങ്ങി കഴിഞ്ഞപ്പോ സാധനം എങ്ങനെയോ വന്നടാ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ആലോചിച്ച് ഇത് ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്തേന്ന്. അത് എന്തോ സംഭവിച്ചു പോണേ. അതെ 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 അതെ. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നമ്മളുടെ ഫോർ ദ പീപ്പിളിന്റെ സെക്കൻഡ് പാർട്ട് അല്ലായിരുന്നു. അപ്പൊ ഫോർ ദ പീപ്പിൾ വന്ന സമയത്ത് മെയിൻ ഹീറോ അല്ലായിരുന്നു. 4 പേരില് മെയിൻ ഹീറോ എന്നെ സെലക്ട് ചെയ്ത ഒരു പരിപാടിക്ക് പാടിക്കൊണ്ടിരുന്ന സമയത്താണ് സെലക്ട് ചെയ്യണതൊക്കെ. പിന്നെ അതിനുശേഷം ലാസ്റ്റ് മൂമെന്റില് ഞാൻ ഇല്ലാണ്ടാവണേ. അപ്പൊ നാളെ സിനിമ തുടങ്ങിയാണെങ്കിൽ ഇന്ന് എന്നെ വിളിച്ച് പറയുന്നതാണ് ഞാനല്ല വേറൊരു പയ്യനാണ്. അതിനകത്ത് ക്ലൈമാക്സിൽ വരുന്ന 4 പേരില് ഒരാളായിട്ടുള്ള സാധനം. അപ്പൊ അത് പല കാര്യങ്ങൾക്കും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നണുണ്ടല്ലേക്ക ഈ ഒരു ഇൻഡസ്ട്രിയില് ഇതേപോലൊരു സംഭവം ഇപ്പൊ തലേ ദിവസമൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം അല്ല എന്നറിയുമ്പോ വേറെ ഏത് മനുഷ്യനെ നമ്മളൊരു തകർന്നു പോകൂലേ മാനസികമായിട്ട്. ഓൾമോസ്റ്റ് എല്ലാ പല ആർട്ടിസ്റ്റുകൾക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി വളർന്നു വന്നേക്കുന്ന ആളുകളെല്ലാം പിന്നീട് ഒരു റേഞ്ചിൽ അതുകൊണ്ട് അല്ല എന്ന് വെച്ചാല് അതുകൊണ്ട് ഇപ്പോ പല കാര്യങ്ങളും നടക്കുമ്പോ എനിക്ക് അങ്ങനെ പ്രതീക്ഷകളും കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഈ ഇന്റർവ്യൂസിലൊക്കെ കൂടുതലും നമ്മൾ ഈ സെന്റിമെന്റ്സും പരിപാടിയൊക്കെ പറഞ്ഞു വെറുതെ
ഭീഷണിപ്പിക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. അല്ല ഇക്ക രാവിലെ വന്നപ്പോ തന്നെ അങ്ങനെ പറഞ്ഞായിരുന്നോണ്ട് നമ്മള് പിന്നെ വേറെ കൂടുതൽ ചോദ്യങ്ങള് ആ ഒരു മൂഡ് പിടിക്കാന്ന് വെച്ചാലേ ഇനി എനിക്കിനിപ്പോ വരാൻ പറ്റിയില്ലെങ്കിൽ തന്നെ എന്റെ ആഗ്രഹങ്ങളൊക്കെ ചിലപ്പോ എന്റെ മോൻ നിറവേറ്റുമെന്നുള്ളൊരു സാധനം എനിക്ക് അത് ഞാൻ ചോദിക്കാനിരുന്ന കാര്യമുണ്ട്. അവൻ അതങ്ങനെ പല എന്റെ ഉള്ളിലുള്ള സാധനമുണ്ട്. അത് അവൻ വരും, അവനും അതിനുള്ള ഒരു കാലിബറുണ്ട്. അത് വേറൊരു ഞാൻ ഈ അടുത്തൊരു ഷോ കണ്ടിരുന്നു, നമ്മളുടെ വരാപ്പുഴ ഒരു ഷോ കണ്ടിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ കറുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജിൽ ഈ പറയുന്ന പോലെ നമ്മള് കണ്ടിട്ടുണ്ട്, അവനെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും സ്റ്റേജിൽ വേറൊരാളട്ടെ അവൻ. അതെന്ന് വെച്ചാലേ ചേട്ടാ, എനിക്ക് ഈ ഇംഗ്ലീഷ് പാട്ടിനോടൊക്കെ ആയിരുന്നു കൂടുതലും ഒരു വെസ്റ്റേൺ മൂഡാണ് എനിക്ക് അത് പാടാനും. പക്ഷെ എനിക്ക് അത് പാടാനുള്ള വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അത് അങ്ങനെ ആ സമയത്ത് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ വളർന്നു വന്ന സിറ്റുവേഷനിൽ എനിക്ക് അത്തരം രീതിയിലൊന്നും പഠിക്കാനുള്ള ഒരു ഇതൊന്നും എനിക്കൊന്നും അന്ധകാലത്തിൽ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ചെറുപ്പത്തില് എൻ്റെ ഫാദർ ചെറുപ്പത്തിൽ മരിച്ചു, പിന്നെ അതിന് ശേഷമുള്ള പോക്കൊക്കെ. അപ്പൊ അതൊക്കെ കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ പോയതിന്റെ പേരിൽ നമുക്ക്. പക്ഷെ അന്നപ്പോലും ഞാൻ ഈ ഇംഗ്ലീഷ് പടങ്ങളും ഇംഗ്ലീഷ് സിനിമകളും അല്ലെങ്കിൽ ഇംഗ്ലീഷ് പാട്ടുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരുന്നതൊക്കെ. അപ്പൊ ഇതൊക്കെ പഠിക്കണമെന്നൊക്കെ. പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി മോൻ ജനിച്ചു വളർന്നു വലുതായപ്പോൾ അവൻ തന്നെ ഇങ്ങനെയുള്ള ഞാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകളൊക്കെ അവൻ പാടി. ആരും പറഞ്ഞിട്ടൊന്നുമല്ല, അതൊക്കെ മിറാക്കലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക. അത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ അവൻ നല്ല റാപ്പ് സിംഗറാ. അപ്പൊ അവനെ വെച്ചിട്ട് കുറെ കാര്യം. അപ്പൊ അവനൊരു സാധനമുണ്ട്, ഞാൻ എന്നുള്ളത്. അത് ആ ഫയർ ഉള്ളതും നല്ലതാണ്. അത് വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ പല വലിയ ഇപ്പൊ അബീക്കയുടെ മോനൊക്കെ അബീക്കൊക്കെ ചെയ്യാൻ പറ്റാത്ത അതിനേക്കാളും വലുതാണ് ഇപ്പൊ അവനൊക്കെ. ഞാൻ അത് എന്തോ ചില പിള്ളേരെ നമ്മൾ എത്ര തല്ലി പഠിച്ചൊക്കെ ചിലപ്പോൾ ചിലർ ഇങ്ങനെ ആവണമെന്നില്ല. പക്ഷെ ഇത് എന്തോ ഒരു ബ്ലഡില് അവന് ആ ഒരു സാധനം ഉള്ളതിന്റെ പേരിൽ അവൻ നല്ല അടിപൊളിയായിട്ട് വരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അവന് കുറെ പ്രൊജക്ടുകളൊക്കെ ഉണ്ട്. അവനെ വെച്ചിട്ട് കുറച്ച് പേര് പല കാര്യങ്ങളും ഈ അവന്റെ ഓൺ പരിപാടികളൊക്കെ ഇങ്ങനെ പരിപാടി നീക്കുന്നുണ്ട്. പിന്നെ അവനൊരു ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ എഡിറ്റിങ് അത് അങ്ങനത്തെ ഒരു കുറെ പരിപാടികൾ അതിന്റെ ഉള്ളിലുണ്ട്. ഞാൻ ഈ കട കണ്ടതിലൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കൊറേ കാര്യങ്ങളുണ്ട് ഇതേപോലെ. ഇപ്പൊ എന്ത് കാര്യങ്ങളും സാധാരണഗതിയിൽ നമ്മൾക്കൊരു വണ്ടിക്കാരായിരുന്നു സാധാരണഗതിയിൽ നമുക്കൊരു മാനസികമായിട്ട് തളർന്നു പോണ ഒരു വിഷമ ഘട്ടങ്ങളൊക്കെ വരുമ്പോ അതിനെയൊക്കെ ഒരു ആരോടും ഒരു പരാതിയില്ല, പരിഭവമില്ല. അതങ്ങനെ ആയിപ്പോടാ, ഒരു ചിരിച്ച ഫേസോട് കൂടി എടുത്ത് അതിനെ അങ്ങോട്ട് വിട്ട് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര. നമ്മുടെ ഡിപ്രഷൻ നമ്മുടെ ശരീരങ്ങളാണ് ഇതിനാ. നമ്മൾക്ക് വരേണ്ടത് വരും, നമുക്ക് എപ്പോഴും വരാനുള്ളത് വരും. അതായത് അതങ്ങനെയാണ് പ്രകൃതി പരിപാടീസൊക്കെ അങ്ങനെയാണ്. അല്ല അങ്ങനെ നമ്മൾ ആരെയും ഉപദ്രവിക്കാണ്ടും നമ്മളാരെയും ഇത് ചെയ്യാണ്ടൊക്കെ ജീവിച്ചാൽ അതെ. വണ്ടികളൊക്കെ കയറ്റി തുടങ്ങി ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു കൂൾ മൈൻഡ് ഉണ്ടല്ലേ ഈ കട. എന്ത് സംഭവിച്ചാലും നമ്മള് വരും, നമുക്കുള്ള വരും എന്നുള്ള ആ ഒരു കൂൾ മൈൻഡ് ഭയങ്കരമാണ്. അല്ല അതങ്ങനെ അത് ഞാൻ എൻ്റെ ഇതിനകത്തുനിന്ന് അനുഭവം വെച്ചിട്ട് എനിക്ക് കിട്ടിയേക്കുന്ന ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അതങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാര്യം നമ്മൾ അതിന് മുന്നേ എന്ത് തലകുത്തി പറഞ്ഞാലും ചില കാര്യങ്ങൾ നടക്കൂല. അത് നമുക്ക് സമയവും സന്ദർഭവും എല്ലാതും കൂടി ഒത്തു വന്നാൽ നമുക്ക് നല്ല പരിപാടികൾ നമ്മളെ തേടി വരും. നമ്മളിപ്പോൾ ഈ ഒരു ഷോനൊക്കെ ഞാൻ പലവരോടും പറയാറുണ്ട് ഒരു കാര്യം. ഇപ്പൊ നിന്നൊരു പരിപാടിക്ക് ഒരാള് വിളിക്കണേ, സിഫ ഇങ്ങനെ പരിപാടി വന്നം, നീ ഓൾറെഡി ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്നു. അപ്പൊ നിന്റെ ഉള്ളില് ഇല്ലാണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ഇനി ആ പരിപാടി കിട്ടും. അപ്പൊ നിന്റെ കുറെ കാര്യങ്ങളൊക്കെ ലോണും പരിപാടികളും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പെൻഡിങ് കിടക്കുമ്പോഴായിരിക്കും എനിക്കിത് വന്നത്. അപ്പൊ ആ സമയത്ത് നിന്റെ ഉള്ളിലുള്ള പ്രതീക്ഷ നിന്റെ ഫാമിലി, നിന്റെ വൈഫിനെ, പിന്നെ മക്കൾക്കൊക്കെ ഉള്ളിലൊരു സാധനം ഉണ്ടാവും. അത് വരുമ്പോ ഭവിച്ചത് ആ സമയത്ത് വേറെ ഏതെങ്കിലും ഒരുത്തൻ വിളിച്ച് പറയുകയാണ് ആരൊക്കെ ഉണ്ട് പരിപാടിക്ക്. അപ്പൊ ഇത്തിരി വലിയ ഒരു പൊസിഷനിലേക്കാണ് ഒരുത്തൻ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ആരൊക്കെ ഉണ്ട്, മറ്റേതുണ്ട് നസീഫ വേണോ, അത് വേണ്ട വേറെ ആളെ വിളിക്കാം.
ഞാൻ അല്ലെങ്കിൽ വരൂല. അപ്പൊ മറ്റവനായിരിക്കും ഇമ്പോർട്ടൻസ് കൂടുതൽ. അങ്ങനെ അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ നിന്നെ വിളിച്ച അവര് പറയണ സുഖയില്ലട്ടാ, നീ മാത്രമല്ല നിന്റെ കുടുംബത്തിലെ പല മക്കളോ അല്ലെങ്കിൽ വൈഫ് എല്ലാവരും ഒരുപോലെ സങ്കടപ്പെടുന്ന ഭയങ്കര വിഷമമുള്ള ഒരു പരിപാടി. ആ വിഷമം അത് നിനക്ക് ദൈവമായിട്ട് തന്നേക്കണ ഒരു സാധനമായിരിക്കും. അതിനെ തട്ടിത്തെറിപ്പിക്കാനായിട്ട് ഇവിടെ ആർക്കും അനുവാദമില്ല. പക്ഷെ ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ ഈ ഭൂമിയിൽ ഈ ആർട്ടിസ്റ്റുകളും ഉണ്ട്. അവര് അപ്പം രക്ഷപ്പെടും. അത് കഴിഞ്ഞിട്ട് ഇവരൊരു അനുഭവമുണ്ട്, അവരനുഭവിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. മനസ്സിലായോ? അങ്ങനെ തട്ടിത്തെറിപ്പിച്ചേക്കണവരും പല സംഭവങ്ങൾ നടത്തിയേക്കുന്നവരുടെയൊക്കെ പിന്നീടുള്ള പല കാര്യങ്ങളും നമ്മൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അത് ഇങ്ങനെയൊക്കെ പല വേഷങ്ങൾക്കും പല കാര്യങ്ങൾക്കൊക്കെ പല ആൾക്കാരെയും ഇപ്പൊ ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്നിട്ട് ആ നിമിഷത്തിൽ വിളിച്ചിട്ട് കണ്ടിട്ട് അവനെ പറഞ്ഞു വിട്ടേക്ക്. അത് അപ്പൊ അവന്റെ ഉള്ളിൽ അവന്റെ ഫാമിലി ഇങ്ങനെ ദ്രോഹിക്കുന്നവർക്ക് അവിടെടാ ഒരു ശക്തി ഉണ്ടെന്ന് പറഞ്ഞ പോലെ അവർക്ക് കൊടുക്കും. അപ്പൊ കൊടുക്കൂല പിന്നീട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരെയും ദ്രോഹിക്കാനോ നമുക്കിപ്പോൾ എത്ര ഇതാണെങ്കിലും അവനുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഇതും എത്ര ദേഷ്യമുള്ളവനാണെങ്കിൽ പോലും കുഴപ്പമില്ല, അത് അവന് വിധിച്ചേക്കണ കാര്യമാണ്. അതിൽ നമ്മൾ പോയി പങ്കെടുക്കാവുന്നത്. ഇവിടെ പല ആർട്ടിസ്റ്റുകൾക്കും പല കാര്യങ്ങളും ഇവിടെയൊക്കെ നടക്കുന്ന പല കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ആരെയും ഒരു പരിപാടിക്കും ചെയ്യാൻ നമ്മൾ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക ചെയ്യാ. അത് ഞാൻ പള്ളിയിലെ അച്ഛനെ ഉസ്താദ് ഞാൻ എന്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യം ഇക്കാട് ഒരുപാട് അനുഭവങ്ങൾ ഇന്നാണല്ലോ. ഉറപ്പായിട്ടും ഞാൻ കുറെ അനുഭവിച്ചിട്ടുണ്ടോ ഇതൊക്കെ ഇതിന്റെ അപ്പുറം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഒരു നമ്മുടെ മുന്നിൽ വലിയൊരു ലെജൻഡായിട്ട്, അതായത് എൻ്റെ പുള്ളിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് എനിക്കില്ല എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം എൻ്റെ മുന്നിൽ നിൽക്കുന്നിട്ട് പോലും പല ആൾക്കാരും നമ്മളെ പല രീതിയിലും ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ബന്ധങ്ങൾ അതെന്ന് വെച്ചാൽ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നിയിട്ടല്ല അല്ലെങ്കിൽ അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സുഹൃത്ത് ബന്ധങ്ങൾക്ക് ഭയങ്കര വാല്യൂ കൊടുക്കണ ആളാണ്. അപ്പൊ ഈ സുഹൃത്ത് ബന്ധങ്ങള് വഴിയും മനസ്സാവാജ് അറിയാത്ത ഒരുപാട് കാര്യങ്ങളില് നമ്മളുടെ ഒരു ബന്ധങ്ങൾ വഴി നമ്മൾ വിഷമങ്ങൾ അനുഭവിക്കുന്ന സമയങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ എന്നാലും ഈ സുഹൃത്ത് ബന്ധങ്ങൾക്ക് നമ്മൾക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടായാൽ പോലും എല്ലാരും ഇങ്ങനെ ചേർത്ത് പിടിച്ച് സമക്കാടെ വീട്ടിൽ വരുമ്പോഴാണെങ്കിൽ പോലും സുഹൃത്തുക്കൾക്ക് ഭയങ്കര ഇഷ്ടത്തോടെ സ്വീകരിക്കുന്ന ഒരാളാണ്. എനിക്ക് അതാ എൻ്റെ ലൈഫില് എൻ്റെ കുടുംബക്കാരെക്കാളും കൂടുതൽ, അതായത് പല സന്ദർഭങ്ങളിൽ എൻ്റെ സുഹൃത്തുക്കളാണ് എൻ്റെ കൂടെ നിന്നേക്കുന്ന എൻ്റെ സുഹൃത്തുക്കളാണ്. കുടുംബക്കാര് പല എൻ്റെ ഫാമിലീസ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. വലിയ വലിയ പല ഇതില് നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിക്കില്ല അല്ലെങ്കിൽ വേറൊരു മൂമെന്റിലൊക്കെ അപ്പോഴും നമുക്ക് എൻ്റെ കൂടെ ഇതായിട്ട് എൻ്റെ ഫ്രണ്ട്സാണ്. എനിക്ക് എപ്പോഴും എൻ്റെ ഫ്രണ്ട്സാണ്. ഞാൻ എല്ലാ വൈകുന്നേരങ്ങളിലും എൻ്റെ കൂടെ എനിക്ക് ഒരു വീട്ടിൽ തന്നെ നീ വന്നിട്ടുണ്ടല്ലോ, പാട്ടും പരിപാടികളും എൻ്റെ ഫ്രണ്ട്സായിട്ട് ഇരിപ്പും പരിപാടികളും, അതൊരു വലിയൊരു മൂവ്മെന്റ്. എൻ്റെ ഫാമിലി അങ്ങനെ എൻ്റെ മക്കളും എൻ്റെ വൈഫൊക്കെ അതിൻ്റെ കൂടെ തന്നെ ജോയിൻ ചെയ്യണം. എൻ്റെ വീട്ടിലിപ്പോ എൻ്റെ വൈഫ് പറയുന്നതാണ് അവരൊന്നും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് പക്ഷെ അവരാണ് എൻ്റെ സപ്പോർട്ട്. അതുകൊണ്ട് എനിക്ക് പലരും എൻ്റെ അടുത്ത് വന്നിട്ട് പറയാറുണ്ട്, അടിപൊളിയായിട്ട് ഇത് നിങ്ങൾ എങ്ങനെ ഇത് ഇങ്ങനെ ചില്ല് ചെയ്ത് പോകണം. ഞാൻ അങ്ങനെയാണ് എൻ്റെ ഫാമിലി, അങ്ങനെ ഒരു ജീവിതത്തിലുള്ള ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ മസിലും പിടിച്ച് മറ്റേ അവർക്ക് ഉണ്ടാക്കി ഇവർക്ക് ഉണ്ടാക്കി ഉള്ള ഇതൊക്കെ കാശും കുത്തിപ്പിടിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നും ഇല്ല. നമ്മളെ ഈ ഭൂമിന്ന് അതെ വെറുതെ ഇരിക്കണ സമയങ്ങളിലെല്ലാം കൂട്ടുകാരായിട്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ പാട്ടും പരിപാടികളും പറയാൻ പറ്റില്ല. അതാണ് സമതുക്കാരപ്പൊ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും ചേർന്ന് പാട്ടും ഒക്കെ ആയിട്ടുള്ള ഒരു സമാധാനപൂർണമായിട്ടുള്ള ജീവിതം അല്ലെ. എനിക്ക് വേറൊരു കാര്യം പഠിച്ചവനെ ഓർത്തിട്ട് കാര്യം ഒന്നും എന്നോട് ചോദിക്കില്ല. കാര്യം നിന്നോട് പറഞ്ഞു ഇതിപ്പോൾ നാട്ടുകാരുടെ അടുത്ത് ഞാൻ പല പ്രാവശ്യമായിട്ട് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞേക്കണ കഥകളൊക്കെയാണ് ഇത് എനിക്ക് വന്നത്, സങ്കടപ്പെട്ടത്.
ഇതാക്കാം പല ഇതിലൊക്കെ പറഞ്ഞ് കൂട്ടി ചിലതൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടാ. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇനിയിപ്പോ പറയാൻ പുതിയ പരിപാടികളൊക്കെ വന്നിട്ടാണ് നമ്മളത് പറയേണ്ട കാര്യമുള്ളൂ. എന്നുള്ളൊരു വ്യക്തി ഇനി മേലാലും എനിക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്റെ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ദേവനെയും വിളിച്ച ക്യാമറാനെയും വിളിച്ചിട്ട് വീട്ടിലോട്ട് വരണ്ട. എനിക്ക് ഞാൻ അല്ലാണ്ട് ചെവിയിൽ പണിക്ക് പറഞ്ഞുതരാം എന്റെ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത്, ഞാൻ എങ്ങനെയാ പോണത്, രാത്രി എന്തൊക്കെയാ നടക്കണേ, അതൊക്കെ എനിക്ക് ഞാൻ പറയാം. നമുക്ക് എന്നാ മൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അങ്ങനെയുള്ള വല്ല കാര്യങ്ങൾ. പക്ഷെ ഒരു പാട്ട് പാടുന്നു നോക്കാം. അതൊരു റിക്വസ്റ്റ് ആണ്. ഇക്കാടെ ഒരു പാട്ടില് അതും കൂടി മതി. അല്ല എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഒരു പാട്ട് പാട്ട് പാടാം. ഞാന് പഴയ ഒരു 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 നാടകാനമാണ്. എല്ലാവർക്കും കുറെ പേർക്ക് അറിയാവുന്ന ഒരു പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഭയങ്കര അർത്ഥവത്തായിട്ടുള്ളൊരു ഒരു സോങ്ങും കൂടിയാണ്. ഈ കാലഘട്ടത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾ വെച്ച് അന്ധകാലത്തിൽ എഴുതി വെച്ച ഒരു വലിയ മഹാനായിട്ടുള്ള ആള് ആക്കിയൊരു പാട്ടാണ്. അതിന്റെ ലിറിക്സ് ഭയങ്കര രസമുള്ള. അടിപൊളി അടിപൊളി. അതൊന്നും കേൾക്കാം നമുക്ക്. പലരും നമ്മളെ മക്കാറാക്കണം പറയും ഞാനാഹക്ക്, പലരും നമ്മളെ മക്കാറാക്കണം പറയും ഞാനാഹക്ക്, പലരും നമ്മളെ പിരാന്തനാക്കണം തുടരും ഞാനീ പോക്ക്, പട്ടാപ്പകലും ചൂട്ടും മിന്നിച്ചും മനുഷ്യനെ തേടി നടന്നു, ഞാൻ മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷെ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല. അത് കഴിഞ്ഞ് വേറെ അടുത്ത ലിറിക്സ് കേട്ടോട്ടോ. പട്ടണവീതിയിലൂടെ മോട്ടോർ കാറുകൾ പായും നേരം, വെട്ടിപ്പാട്ടും പാടി നടക്കൺ പട്ടിണിതൻ കോലങ്ങൾ, കണ്ണുമടച്ച് തപസ് ചെയ്യണ വേട്ടക്കാരുണ്ടിവിടെ, കണ്ണുമടച്ച് തപസ് ചെയ്യണ വേട്ടക്കാരുണ്ടിവിടെ, കയ്യിൽ കിത്താബേന്തി നടക്കണ കഴുകന്മാരുണ്ടിവിടെ, കയ്യിൽ കിത്താബേന്തി നടക്കണ കഴുകന്മാരുണ്ടിവിടെ, പട്ടാപ്പകലും ചൂട്ടും മിന്നിച്ചും മനുഷ്യനെ തേടി നടന്നു, ഞാൻ മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷെ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല. അതെയാ ഗംഭീര സാധനങ്ങളിലേക്ക് ആണോ സത്യം? വരികൾ അടിപൊളിയാ. എന്നുവെച്ചാ വർഷങ്ങൾക്ക് മുന്നേ എഴുതി വെച്ച ഒരു സാധനമാണ്. ഞാൻ കയ്യിൽ കിതാബേന്തി നടക്കുന്ന കഴുകന്മാർ എല്ലാം ഫേക്ക് അല്ലടാ. അതെ അതെ അതെ. ഞാൻ ആദ്യം ഇങ്ങനെ പാട്ട് കേൾക്കാനുള്ള ഒരു മൂഡിലിരുന്നിട്ട് പിന്നെ വരികളിലായി പോയി നമ്മൾ. അടിപൊളി. ഞാനിപ്പോ അത് പഴയ അതൊരു പുതിയ ഒരു ഇതില് ഞാനത് പ്രസന്റ് ചെയ്ത ഒരു പാട്ടിറക്കാം. ഒരു ന്യൂ സ്റ്റൈലില് വലിയ വേളങ്ങളൊന്നും ഇല്ലാണ്ട് വന്നാലും കൊള്ളാട്ടിക്ക. അത് നല്ല സാധനമാണ്. അത് അതാണ് പറഞ്ഞ പട്ടാപ്പകലും ചൂട്ടും മിന്നിച്ചും മനുഷ്യനെ തേടി ഞാൻ മനുഷ്യനെ കണ്ടില്ല. അതായത് ഇത് മനുഷ്യനെ നമ്മളിപ്പോ മനുഷ്യന്മാരെല്ലാരും സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതെ 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 അതെ. അതാണ് അതിന്റെ വരികളാണ് അതിന്റെ ഒരു സോൾ എന്ന് പറയുന്നത് പോലെ അല്ലേ ഇപ്പൊ ഉള്ള അല്ലേ? അതെ അതെ സത്യം. അതാണ്. അതെ അതെ. പിന്നെ എന്താണ് ഇല്ല ഇനിയിപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ഇനി ഞാൻ എങ്ങനെയാണ് ചോദിച്ചുകൊണ്ടിരിക്കണത്? അല്ലടാ ചോദിച്ചോ, എനിക്ക് ഇനിയിപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ തീർക്കാലോ. ഇല്ല ഇനി നേരത്തെ ഇക്ക പറഞ്ഞ പോലെ ഞാൻ ക്യാമറ ഒന്നും ഇല്ലാണ്ട് വരാം. വന്നോടാ, ഈ ക്യാമറ ഇല്ലാണ്ട് വീട്ടിൽ വന്നിരിക്കാം. ഞാൻ കൊറേ നാളായില്ലേക്ക, എനിക്ക് കൊറേ നാളായിട്ട് വരണം എന്നിരുന്ന് കരുതിയിരുന്നാണ്. അപ്പൊ പിന്നെ സന്തോഷോടാ. ഞാൻ വേറെ ഒന്നുമല്ല, ഞാൻ ഈ പറയാൻ കാരണം നമ്മൾക്ക് ഒരു കാര്യം നടക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണം. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് തന്നെ പറയാനായിട്ട് എന്തായാലും നമ്മളെക്കുറിച്ച് ഇപ്പോൾ അറിയാത്തവരും ഞാൻ എല്ലാവരും അറിഞ്ഞു, നമ്മളെ പലർക്കും അറിയാൻ പാടില്ല. ഇപ്പോഴും
കുറച്ച് പേർക്ക് കുറെ പേർക്ക് മാത്രമേ എന്നെ ഇന്ന ആളാണ് ഇന്നതുപോലെയാണ് എന്നൊക്കെ അറിയാവുന്നു. പിന്നെ എൻ്റെ ഈ പല രൂപങ്ങളിൽ നടക്കുന്നതിന്റെ പേരിൽ മുടി വളർത്തിയിട്ടും താടി വളർത്തിയിട്ടും പല കാര്യങ്ങളും നമ്മൾ അതിൻ്റെ ഇടയിൽ ചെയ്തതിന്റെ പേരിലും അങ്ങനെയും പലവർക്കും എന്നെ നേരിട്ട് കാണുമ്പോൾ ഇന്ന് എവിടെയോ കണ്ടു അല്ല അങ്ങനെയുള്ള ഒരു സാധനം മാത്രമേ ഉള്ളൂ. പക്ഷെ മറ്റേ രീതിയിൽ നടക്കുമ്പോഴാണ് ആൾക്കാർ ഇന്ന ആളല്ലേ എന്ന് പറയുന്നത്. അപ്പൊ സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ഒരു ഐറ്റം നമ്മളെത്തിക്കുക എന്നുള്ളത് അത് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ കഷ്ടപ്പെട്ട് മാത്രം മാത്രമാണ് അളിയാ നമ്മൾ. അതെ 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 പേരില് മറ്റത് നമ്മള് മറ്റേ കുടുംബ പേരും ബാക്കിലോട്ടൊക്കെ പറഞ്ഞു പോയാലാണ് ഇന്ന അതെന്ന് പറയുള്ളൂ. പക്ഷെ എന്ന പേര് അത് വരുത്തണോടാ വരും. അല്ല ഇക്കാക്ക് നമ്മള് നോക്കുമ്പോ ഇക്കാടാതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. പക്ഷെ എന്തായാലും ഇപ്പൊ വരാൻ പോകുന്ന പുതിയ കുറച്ച് പ്രൊജക്ടുകൾ ഉണ്ട്. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പോലും ഇക്ക പറഞ്ഞിട്ടില്ല. അത് ഇക്ക ഇതിനിടയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് വന്നു കഴിഞ്ഞിട്ട് അറിയാനാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ അതിലേക്ക് കിടക്കാൻ. അപ്പൊ വരാനിരിക്കുന്ന എല്ലാ പ്രൊജക്ടുകളും ഗംഭീരമാവട്ടെ വിചാരിക്കണ പോലെ. താങ്ക് യു സോ മച്ച്. വേറെ ഒന്നുമില്ല, ഒരുപാട് സന്തോഷം. ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിരിക്കും. വരൂടാ, എത്തിപ്പിടിക്കും. അതെ അതെ. അതുപോലെ തന്നെ എനിക്ക് നല്ല കാര്യങ്ങൾ വരട്ടെ. ഈ ചാനലിനും പുതിയ ചാനലല്ലേ, നമ്മളുടെ പുതിയ പ്രോഗ്രാമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ വളരെ ഗംഭീര. ഇന്നത്തെ ദിവസം ഇത്ര നാൾ നമ്മൾ ചെയ്തതിനേക്കാളും ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾ കുറെയൊക്കെ വന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇത് മൊത്തം കണ്ടിരിക്കൊന്നുമില്ല. ഒരാളുടെ ഇന്റർവ്യൂ ആയിക്കോട്ടെ കാര്യം ചിലപ്പോ എല്ലാവരും മാറ്റിയൊക്കെ പോകും. അപ്പൊ അതിലോട്ട് ഇൻട്രസ്റ്റ് വരുത്താനായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുക. അത് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുക എന്നൊക്കെ ഉള്ളതാണ് ഇപ്പൊ നടക്കുക. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം ഫൈനലായിട്ട്. നല്ല സാധനം ചെയ്തിട്ടൊന്നും ഇവിടെ വലിയ കാര്യമൊന്നുമില്ല അല്ലേ. ഇപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ തുറന്നു നോക്കി കഴിഞ്ഞാല് എല്ലാം ഒരു കഴിവില്ലാത്ത തെറി പറയാൻ എനിക്ക് വയ്യ. കണ്ടുണ്ടല്ലോ. അതായത് കഴിവില്ലാത്തവന്മാരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട്. അതെ അതെ അതെ. എന്തും കാണിച്ചു കൂട്ടാം. എന്താണ് അല്ല വേറൊരു കാര്യമുണ്ട്, ഇതില് കഴിവില്ലാത്തതാണ് പ്രൊമോഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ആൾക്കാർക്ക് ഇഷ്ടം. അതെ, അതാണ് ആൾക്കാർക്ക് വേണ്ടത്. അവരുടെ മണ്ടത്തരങ്ങളും അവരുടെ പൊട്ടത്തരങ്ങളും ഈ ഇവരിങ്ങനെ എടുത്ത് കാണിക്കുക. ഇത് അതുകൊണ്ട് എന്ത് പുതിയ ജനറേഷൻ അത് എന്ത് എല്ലാരും മണ്ടന്മാരാണ്. അല്ല അതുകൊണ്ടുള്ള വേറൊരു ഇതെന്ന് പറഞ്ഞപ്പോ കഴിവ് ഉള്ളവരും ഇല്ലാത്തവരെ പോലെ ആക്ട് ചെയ്തിട്ട് അങ്ങനത്തെ സംഭവമായി മാറി. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഈ പറഞ്ഞ ഫേസ്ബുക്ക് ഒക്കെ ഞാൻ ആക്ച്വലി ഇതൊക്കെ കുറച്ച് കാര്യം കാണില്ല. നമ്മൾ മൊത്തം ഡാർക്ക് അടിച്ചിട്ട് ഇത് തുറക്കുമ്പോ പണ്ട് നമ്മളൊരു ഇന്റർവ്യൂ ഒക്കെ കാണാന്ന് പറഞ്ഞാൽ ലെജൻസിന്റെ ഒക്കെ അല്ലെങ്കിൽ വലിയ വലിയ അറിവിനെ കിട്ടാനുള്ള പല ഇന്റർവ്യൂസ് ഒക്കെയാണ് നമ്മൾ പണ്ട് കണ്ടത്. തുറന്നു കഴിഞ്ഞാൽ ഫുൾ ഡാർക്കാണ്. നമ്മൾ രാവിലെ എണീറ്റ് അല്ലെങ്കിൽ രാത്രി 3 മണിക്ക് ചിലപ്പോൾ നമ്മൾ എണീക്കും. പല നമ്മൾ ചിലപ്പോൾ രാത്രി എണീക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഇത് മൊബൈലെടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ റീൽസ് ഇങ്ങനെ പിന്നെ ഇതൊരു അഡിഷനായി. എല്ലാവരും ഇങ്ങനെ പോയി അതിലെല്ലാം വന്നതൊക്കെ. പിന്നെ നമ്മൾ അതിനേക്കാളും ഫുൾ രാവിലെ നമ്മൾ ഈ സാധനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവിന്റെ നമ്മുടെ തുടക്കം തന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് വേറെ കാര്യമുണ്ട്, ഈ ചാനലില് ഇങ്ങനത്തെ സാധനങ്ങൾ വിടല്ലേ, നല്ല കണ്ടന്റുകൾ വിടുക, നല്ല ഉയർച്ച കിട്ടും. ഇതാണ് സമതുക്ക. ഫുള്ള് പോസിറ്റീവ് വൈബ്, പോസിറ്റീവ്സ് മാത്രം. എന്റെ ബാക്കിൽ വന്നൊരു തെറിയോ ചില ഈ വലിയ മറ്റോടത് ഒന്നുമല്ല. എനിക്ക് അതിന്റെ പറയാൻ ആക്ഷനൊന്നും ഇല്ല. ഞാന് ഉള്ള കാര്യം പറയും. കാര്യം ഇത് സഹികെട്ട് ഇതൊക്കെ കണ്ട് നമുക്ക് നല്ല നല്ല പരിപാടി, നമ്മൾ നല്ല കണ്ടന്റുകൾ, നല്ല സാധനങ്ങൾ സ്റ്റാൻഡേർഡ് കൊടുത്തിട്ട് ആർക്കും വേണ്ട. ഇവിടെ ഇരുന്ന് ഞാൻ ഈ മുണ്ട് ഊരിയിട്ട് ഞാനൊരു സാധനം ഇപ്പൊ കാണിച്ചാലല്ല, ഈ ഒറ്റ ചാനല് ഹിറ്റാണ്. എനിക്ക് പറ്റൂലടാ. ഇതാണ് സമതുക്ക, ഫുള്ള് പോസിറ്റീവ് മാൻ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ ബൈ ബൈ.